യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ G2R പ്ലാറ്റ്ഫോമിൽ കഴിഞ്ഞ നാളുകളായി ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിശുദ്ധന്മാർക്കും വന്ദനം. ക്ഷമയോടും സഹിഷ്ണുതയോടും കൂടെ ദൈവവചനം കേൾക്കുമാറാകണം എന്ന് അപേക്ഷിക്കുന്നു. ഇങ്ങനെയുള്ള സത്യസുവിശേഷത്തിൻ്റെ വളരെ വ്യക്തമായ ഉപദേശങ്ങൾ ഈ നാളുകളിൽ തുലവും കുറവായതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ ദൈവജനങ്ങളിലേക്ക് എത്തിക്കുവാനായി പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സകല പ്രയത്നവും ചെയ്യുകയിൽ ലേഖനങ്ങളിലും സുവിശേഷങ്ങളിലും ഉള്ള ഉപദേശങ്ങൾ അപ്പസ്തലന്മാരുടെ കാലത്തും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാലത്തും ഇത് കഠിനമായ ഉപദേശം എന്ന് ആ കാലത്ത് പറഞ്ഞുവെങ്കിൽ ഈ 2000 വർഷം കഴിയുമ്പോൾ നിശ്ചയമായിട്ടും ഇതും കഠിനമായ ഉപദേശമാകുന്നു എന്ന് ജനങ്ങൾക്ക് തോന്നും. പക്ഷേ ഈ കഠിനമായ ഉപദേശങ്ങൾ ഓർത്ത് ആചരിച്ച് നടക്കുന്നവർ ആണ് ദൈവകൃപയാൽ ഉൽപ്രാപണം നടന്ന് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതെന്ന ദൈവവചന സത്യം കൂടെ മറന്നു പോകരുത്. ഇത് രാജകീയ പുരോഹിതവർഗം എന്ന തിരുവചന അടിസ്ഥാനത്തിലുള്ള ഉപദേശത്തെയാണ് പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെയും 10-ാമത്തെയും വാക്യങ്ങളെ നിലനിർത്തി വിചിന്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പഴയ നിയമത്തിലെ ലേവ്യ പൗരോഹിത്യത്തിൻ്റെ നിയമങ്ങൾ എത്ര കർക്കശമായിരുന്നു എന്ന് ലേവ്യ പുസ്തകം, പുറപ്പാട് പുസ്തകം, സംഖ്യാപുസ്തകം, ആവർത്തന പുസ്തകം എന്നിവ വായിച്ചാൽ ഗ്രഹിക്കാവുന്നതാണ്. പുരോഹിതന്മാർ, മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ മാത്രം അതും 2 കൈകളിൽ രക്തത്തോടുകൂടെയും 2 മൃഗങ്ങളെ യാഗം കഴിച്ച ഭസ്മത്തോടുകൂടെയും മാത്രം. അന്ന് ആലയത്തിൻ്റെ ഉള്ളിൽ ആരും ഉണ്ടായിരിക്കരുത്, മഹാപുരോഹിതൻ മാത്രം. അന്ന് സ്ഥാനവസ്ത്രം ധരിക്കരുത്, വെള്ളവസ്ത്രം മാത്രം. അന്ന് യാഗമർപ്പിക്കപ്പെട്ട യാഗമൃഗങ്ങളുടെ തീൻപണ്ടവും തോലും അശുദ്ധിയും ഈ പുരോഹിതൻ തന്നെ വെള്ളവസ്ത്രം ധരിച്ച് പാത്രത്തിൽ തലയിൽ ചുമന്ന് പാളയത്തിന് പുറത്തു കൊണ്ടുപോകണം. പിന്നീട് അവൻ കുളിക്കണം. കയറുന്നതും കുളിച്ചുകൊണ്ട് മാത്രം ആയിരിക്കണം. എത്രയോ കർക്കശമായിരുന്നു ആ നിയമങ്ങൾ. ദൈവത്തെ ആരാധിപ്പാൻ ലേവിഗോത്രക്കാർ പെട്ട പാടുകൾ ചില്ലറ വല്ലതും ആണോ? എന്നിട്ടും അവർ അവിശ്വാസത്താൽ ഒടിഞ്ഞുപോയി എന്ന് റോമർക്കെഴുതിയ ലേഖനം 11-ലും പിറുപിറുത്തു എന്ന കാരണത്താൽ അവർ ആരും 2 പേരൊഴികെ 6,03,350 പേരിൽ 2 പേരൊഴികെ മുഴുവൻ ആളുകളും മരുഭൂമിയിൽ പട്ടുപോയി എന്ന് കൊരിന്ത്യർക്ക് എഴുതപ്പെട്ട 1-ാം ലേഖനം 10-ാം അധ്യായത്തിലും എഴുതിയിരിക്കുന്നു. അത്ര കർക്കശമായിരുന്നു ആ നിയമം എങ്കിൽ ഇന്ന് കൃപായുഗത്തിൽ പാർക്കുന്നവർ തൽക്ഷണം അനുസരണക്കേട് കാണിച്ച് നടന്നിട്ടും നശിച്ചു പോകാതിരിക്കുന്നതിൻ്റെ കാരണം ദൈവപുത്രൻ നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് മാത്രമാണ്. യാഗമൃഗങ്ങളെ അറുത്ത് അതിൻ്റെ നിയമാനുസൃതം ആയിരിക്കണം. യാതൊരു ഊനവും ഇല്ലാത്ത മൃഗങ്ങൾ മാത്രമായിരിക്കണം യാഗാർപ്പകൻ യാഗമായി കൊണ്ടുവരുന്നത്. അവനും പ്രാകാരത്തിന് പുറത്ത് മാത്രം നിൽപ്പാനല്ലാതെ എത്ര വലിയ യാഗമൃഗത്തെയും എത്ര പാത്രത്തിനകത്ത് ഒലിവെണ്ണ കൊണ്ടുവന്നാലും ധൂപവർഗ്ഗങ്ങൾ കൊണ്ടുവന്നാലും വീഞ്ഞു കൊണ്ടുവന്നാലും അവരും യാഗപീഠത്തിന് പുറത്ത് മാത്രം കൊണ്ടുവരുന്ന യാഗമൃഗത്തെ കയറുകൊണ്ട് കെട്ടി യാഗപീഠത്തിന്മേൽ കെട്ടി അവൻ്റെ ഊഴം വരുന്നിടം വരെ അവിടെ നിൽക്കണം. ഇരിപ്പാൻ അനുവാദമില്ല. രാവിലെ പ്രവേശിക്കുന്ന പുരോഹിതൻ ഒരിക്കലും സമാഗമന കൂടാരത്തിൻ്റെയും ആലയത്തിൻ്റെ ഉള്ളിൽ സിംഹാസനസ്ഥനായി ഇരിക്കുന്നതിന് സിംഹാസനമില്ല എന്നുള്ളതും മനസ്സിലാക്കിക്കൊള്ളണം. അതുകൊണ്ടാണ് പ്രായം 30 വയസ്സ് മുതൽ 50 വയസ്സ് വരെ മതി എന്ന് നിഷ്കർഷിച്ചത്. അപ്പോൾ അത്രമാത്രം നിഷ്കർഷകമായിരുന്നു പഴയ നിയമത്തിലെ ലേവ്യ പൗരോഹിത്യം. പുതിയ നിയമത്തിൽ വരുമ്പോൾ അതൊട്ടും കുറയ്ക്കരുത്. പ്രായത്തിൻ്റെ വിഷയത്തിലല്ല ഞാൻ പറയുന്നത്. ഇനിയും ഈ ദൈവസന്നിധിയിൽ വരുന്ന ആരായാലും സകല ഹൃദയങ്ങളെയും പരിശോധിക്കുകയും വിചാരങ്ങളെയും നിരൂപണങ്ങളെയും എല്ലാം ഗ്രഹിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സന്നിധിയിലാണ് വരുന്നത് എന്ന് ഒരു കാലത്തും മറന്നു പോകരുത്. ദിനവൃത്താന്തം 1-ാമത്തെ പുസ്തകം 28-ാം അധ്യായം 9-ഉം എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിലും എഴുതിയിരിക്കുന്നു. വരുന്ന വ്യക്തികൾക്ക് പാസ്റ്ററെ അതെ വഞ്ചിക്കാം, വിഷയം തുറന്നു പറയാതെ ഇരിക്കാം, സാക്ഷ്യസമയത്തും ഹൃദയത്തിൽ ഒന്ന് കരുതിക്കൊണ്ട് പുറത്ത് വേറെ കാര്യങ്ങൾ പറയാം. പക്ഷേ ഇതിൻ്റെ എല്ലാം നടുവിൽ ദൈവമായ ദൈവം സകല ഹൃദയങ്ങളെയും ശോധന ചെയ്തുകൊണ്ട് ഇരിപ്പുണ്ട്.
ആ ദൈവമാണ് യെശയ്യാ പ്രവചനം 14 അധ്യായത്തിൽ നാം കണ്ടതുപോലെ ലൂസിഫർ എന്ന ആദ്യ ദൂതനെ അവൻ്റെ നിഗളം കാരണം വിസ്തരിച്ചതും അവൻ്റെ സ്ഥാനത്ത് നിന്ന് വെട്ടി നിലത്ത് ഇട്ടതും. തന്നെത്താൻ ഉയർത്തുന്നവൻ എല്ലാം താഴ്ത്തപ്പെടും എന്ന് മത്തായി കർത്താവിൽ നിന്ന് കേട്ട ദൈവവചനം 23 അധ്യായം 12 വാക്യത്തിലും പലരിൽ നിന്ന് കേട്ട സാക്ഷ്യം ലൂക്കോസ് 14 അധ്യായം 11 18 അധ്യായം 14 വാക്യത്തിലും വ്യക്തമായി എഴുതിയിരിക്കുന്നു. അതിൻ്റെ മകുട ഉദാഹരണമാണ് ആദ്യമായി തന്നെത്താൻ ഉയർത്തിയ ലൂസിഫറിന് വന്ന അപകടം. ഇനിയും തുടർന്ന് നമ്മൾ യെശയ്യാ പ്രവചനം 14 അധ്യായത്തിലെ വിഷയം പഠിച്ചതുപോലെ യെഹെസ്കേൽ പ്രവചനം 28 അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ യെശയ്യാ പ്രവചനത്തിൽ ബാബേൽ രാജാവിനെയാണ് നിഴലായി പറഞ്ഞിരിക്കുന്നതെങ്കിൽ ഇവിടെ സോർ രാജാവിനെ കുറിച്ചാണ് നിഴലായി എടുത്തിരിക്കുന്നത്. അവൻ്റെ സ്ഥാനങ്ങൾ എന്തെല്ലാമായിരുന്നുവെന്ന് നോക്കുക. യെഹെസ്കേൽ പ്രവചനം 28 അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. അവൻ ദൈവമായിരുന്നു പോലും എന്ന് പറഞ്ഞാൽ തൻ്റെ സാമ്രാജ്യത്തിലുള്ളവരെല്ലാം അവനെ ദൈവതുല്യമായി ആരാധിക്കുകയും അവൻ്റെ മുൻപിൽ അവനെ ആരാധനാപാത്രമാക്കി കരുതുകയും ചെയ്തു. 2, അവൻ ദൂതഗണമധ്യേ സഞ്ചരിച്ചു, ഇരുന്നു, ജീവിച്ചു എന്ന് പറഞ്ഞാൽ ആരാധനാമൂർത്തികളായിരുന്നവർ മാത്രമല്ല, അവൻ്റെ കാവൽക്കാരുടെ നടുവിലായിരുന്നു അവൻ വസിച്ചത്. അവന് ദൈവാസനം സീറ്റ് ഓഫ് ഗോഡ് എനിക്കുണ്ടെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവൻ്റെ സിംഹാസനം ദൈവത്തിന് തുല്യമായ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന ദൈവസിംഹാസനം ആയി എന്ന് പറഞ്ഞു. അതല്ലേ പോപ്പും പറയുന്നത്, എക്സ് കത്തീഡ്ര, ദൈവം പറയുന്നതിന് തുല്യമാണ് ഞാൻ എൻ്റെ സിംഹാസനത്തിൽ ഇരുന്ന് പറയുന്നത്. അതിനെ തിരുത്തുവാനോ അതിനെ മാറ്റം വരുത്തുവാനോ കഴിയുകയില്ല. അതാണ് എക്സ് കത്തീഡ്ര, സിംഹാസനത്തിൽ നിന്ന് തിരുവായി മൊഴിയുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നിട്ട് എഴുതിയിരിക്കുന്നു 4 ഈ സോർ രാജാവിൻ്റെ ഗുണഗണം, ഞാൻ ദാനിയേലിലും ജ്ഞാനി അത്രേ എന്ന്. അപ്പം ദാനിയേൽ പ്രവാചകൻ ജീവിച്ചിരുന്നതിന് ശേഷമായിരുന്നു സോർ രാജാവ് ജീവിച്ചത്. അവൻ ദാനിയേലിൻ്റെ ജ്ഞാനത്തെക്കുറിച്ചൊക്കെ കേട്ടിട്ട് അവൻ പറയുകയാണ്, ഞാൻ ദാനിയേലിലും ജ്ഞാനി അത്രേ. ഒരു കാര്യം ദൈവകുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കണം. ദാനിയേൽ പ്രവചനത്തിൽ നിന്നോ മറ്റു പ്രവാചക പുസ്തകങ്ങളിൽ നിന്നോ നിങ്ങൾ വ്യാഖ്യാനിക്കുന്നത് കൊണ്ട് പ്രവചനം പറഞ്ഞ പ്രവാചകന്മാരെക്കാട്ടിൽ വലിയ വ്യക്തികളാണ് ഞാൻ എന്ന അഹംഭാവം നിങ്ങൾക്കുണ്ടാകരുത്. 5, ഞാൻ അറിയാതെ മറച്ചു വയ്ക്കപ്പെട്ട ഒരു രഹസ്യവുമില്ല എന്ന് അവൻ ജനത്തിൻ്റെ സമുദ്ധിയെ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ അവൻ സർവജ്ഞാനിയാകുന്നു എന്ന് പോലും. പിശാചും തന്നെ ഇതൊക്കെയാണ് പുകഴ്ത്തി പറയുന്നത്. നിന്റെ ഹൃദയം ഗർവം കൊണ്ട് നിറഞ്ഞു. തനിക്ക് രാജ്യം, സിംഹാസനം, ദൂതഗണങ്ങൾ ആദിയായവ സോർ രാജാവിനുണ്ടായിരുന്നത് കൊണ്ട് അവൻ്റെ ഹൃദയം ഗർവം കൊണ്ട്, അഹങ്കാരം കൊണ്ട് നിറഞ്ഞു എന്നാണ് എഴുതിയിരിക്കുന്നത്. 7, അവൻ ദൈവഭാവം നടിച്ചു. എഴുന്നള്ളി വരുന്നതും സംസാരിക്കുന്നതും ഒക്കെ നാം അരുളി ചെയ്യുന്നു, നാം ഉത്തരവിടുന്നു, നാം കൽപ്പിക്കുന്നു എന്ന് മറ്റെയാണ് പറഞ്ഞിരുന്നത്. ഇന്നും ഇതുപോലെ നാം എന്ന് പറയുന്ന പേപ്പറിൽ എഴുതി സഭകളിൽ വായിക്കപ്പെടുന്ന പല വലിയ വ്യക്തികൾ ആത്മീയ ഗോളത്തിലുണ്ടല്ലോ. അദ്ദേഹം എഴുന്നേറ്റാൽ ജനങ്ങൾ പഞ്ചപുച്ഛമടക്കണം. അദ്ദേഹം വരുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് തൊഴുതു വണങ്ങി നിമിക്കണം. അത് പൗരോഹിത്യ സഭകളിൽ മാത്രമല്ല, ഇന്നത്തെ ആത്മീയരെന്ന് അഭിമാനിക്കുന്ന സഭകളിലും ഉണ്ട്. ശിക്ഷകൾ അതിൻ്റെ പരിണതഫലത്തിൽ വന്നത്, നടന്നതും നടക്കുവാനിരിക്കുന്നതും ഇതെല്ലാം ബുദ്ധി ഉപദേശമാണ് എന്ന് വളരെ വ്യക്തമായി റോമർക്ക് എഴുതിയ ലേഖനം 15 അധ്യായം 4 വാക്യത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ. അവൻ്റെ ശിക്ഷകൾ: 1, നീ നിന്റെ ജ്ഞാനത്തെയും ശോഭയുടെ നേരെയും വാളൂരി പ്രഭയെ അശുദ്ധമാക്കും. ദൈവം. യെഹെസ്കേൽ പ്രവചനം 28:7. അഹങ്കാരത്തിൻ്റെ പരിണതഫലം. ദൈവം അവനെ കുഴിയിലിറങ്ങുമാറാക്കും. 28:9. അവനെ ദൂത സഞ്ചയത്തിൻ്റെ മധ്യേ നിഹിതനെ പോലെയാക്കും. ആരാധിക്കുകയും സേഫ്റ്റി കൊടുത്തിരുന്ന ദൂതഗണങ്ങളുടെ നടുവിൽ അവനെ നിഹിതനെ പോലെയാക്കും. 28:9. ഇതൊക്കെ നിവർത്തിയാക്കപ്പെടുന്നത് വെളിപ്പാട് പുസ്തകം 20 അധ്യായം 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലത്രേ. അവനെ വെട്ടി നിലത്തിട്ടു. യെശയ്യാ പ്രവചനം 14:12. എത്ര ഉയർന്നു പൊങ്ങിയാലും താഴെ വന്നേ
പ്രതിഫലമുള്ളൂ. സിംഹാസനത്തിൽ ഇരിക്കുന്നവനെയും ഒന്നുകിൽ ഇരുത്തിയൊരു കസേരയിൽ ഇരുത്തി 6 അടി താഴ്ചയുള്ള കുഴിയിൽ താഴ്ത്തി ഉപ്പും കർപ്പൂരവും മറ്റു സുഗന്ധദ്രവ്യങ്ങളും ഇട്ട് മൂടും. ആരായാലും ശരി പെട്ടിക്കകത്ത് മലർന്നു കിടക്കും. അവനെ വെട്ടി നിലത്തിട്ടു. ലൂസിഫറിനെ, അവനെക്കാട്ടിൽ വലിയവൻ ആരുമില്ലല്ലോ ഈ ഭൂമിയിൽ ജനിച്ചിട്ടുള്ളവരിൽ. അവൻ നിലം തൊടാതെ സ്വർഗസിംഹാസനത്തിൻ്റെ താഴെ ഇരുന്ന സകലത്തെയും ആമേൻ കണ്ടുകൊണ്ടിരുന്നവനല്ലേ. 5, നിന്ദ്യമായ ഒരു ചുള്ളിയെ പോലെ വാൾ കൊണ്ട് കുത്തേറ്റു മരിച്ച ശവം പോലെ നിന്റെ കല്ലറയിൽ നിന്ന് നിന്റെ കല്ലറയിൽ എറിഞ്ഞുകളയും. യെശയ്യാപ്രവചനം 14:18-20. എത്ര ശ്രേഷ്ഠതയോടുകൂടെ വണങ്ങിയവരും അവസാനം കൊണ്ടുവിട്ടിട്ട് എറിഞ്ഞു കളഞ്ഞതുപോലെ അവർ തിരികെ പോകും. പിന്നീട് അവർ നിന്റെ അടുത്തു വരികയോ നിനക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യുകയില്ല എന്ന് മറന്നു പോകരുത്. 6, അവന് ശവസംസ്കാരം ഉണ്ടാകില്ല. എത്ര വ്യക്തമായിട്ടാണ് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത്. യെഹെസ്കേൽ പ്രവചനം 28:20. വെളിപ്പാട് പുസ്തകം 20 അധ്യായം 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ കൂടെ വായിക്കണം. അവിടെ സൈത്തില്ല, മൂറോനില്ല, അവിടെ കുമ്പസാരങ്ങളിൽ അന്ത്യ ഉപചാരങ്ങളൊന്നുമില്ല. അവനെ അടക്കം കിട്ടാതെ എറിഞ്ഞുകളയും. അടിയില്ലാത്ത അഗാധ കൂപത്തിലേക്ക് അവനെ തള്ളിക്കളയും. ഇവൻ്റെ ഭാവം ഒന്ന് നോക്കുക, ഒരു താരതമ്യം, എ കമ്പാരിസൺ ഓഫ് ഹിസ് ക്യാരക്ടർ. യെശയ്യാപ്രവചനം 14:4. ബാബേൽ രാജാവായിരുന്ന നെബൂഖദ്നേസറിനെ പോലെ. ദാനിയേൽ പ്രവചനം 4:29-30 എന്നീ വാക്യങ്ങളിലെ പോലെ. മത്തായി എഴുതിയ സുവിശേഷം 4 അധ്യായം 8 വാക്യം, ലൂക്കോസ് എഴുതിയ സുവിശേഷം 4:6, യോഹന്നാൻ എഴുതിയ ലേഖനം 1 ലേഖനം 5:18. ഇങ്ങനെ ചുറ്റി സഞ്ചരിക്കുകയാണ് എല്ലാ ഇടങ്ങളിലും. രാജമന്ദിരത്തിന്മേൽ ഉലാവുന്നു. ആര്? സോർ രാജാവും ബാബേൽ രാജാവും. രാജമന്ദിരത്തിന്മേൽ. യോഹന്നാന്റെ 1 ലേഖനം 5:18 നമ്മൾ കണ്ടല്ലോ. സർവ്വഭൂമിയും അവന്റെ അധീനതയിലിരിക്കുന്നു. അതിന്മേൽ പത്രോസിന് 1 ലേഖനം 5 അധ്യായം 8 വാക്യം ഊടാടി സഞ്ചരിക്കുന്നു. ദൈവം ലൂസിഫറിനെ വിസ്തരിച്ചപ്പോൾ ദൈവദൂതന്മാരോടുകൂടെ വന്ന് നിൽക്കുന്ന സമയം ചോദിച്ച ചോദ്യം, നീ എവിടെ പോയിട്ട് വരുന്നു? ഉത്തരം, ഇയ്യോബ് 1:7, 2:2. ഞാൻ ഭൂമിയിലൊക്കെ ഊടാടി സഞ്ചരിച്ചു വരുന്നു. മാന്യവും മര്യാദയുമായിട്ട് സ്വർഗസിംഹാസനത്തിൻ്റെ താഴെ ദൈവത്തിൻ്റെ തോട്ടമായി ഏദനിൽ ദൈവം കൊടുത്ത സ്ഥാനത്ത് ആ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നവനാണ് തള്ളപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഊടാടുന്നത്. ഇത് തന്നെയാകും അഹങ്കാരികളായ എല്ലാവർക്കും വരുന്ന ശിക്ഷ എന്ന് മറന്നു പോകരുത്. നെബൂഖദ്നേസറിൻ്റെ അന്ത്യം, ശിക്ഷ, അതിനുള്ള കാരണം അഹങ്കാരവും ഉന്നത ഭാവവുമാകുന്നു എന്ന് ദാനിയേൽ പ്രവചനം 4 അധ്യായത്തിൻ്റെ 31 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. രാജാക്കന്മാരാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, അധികാരങ്ങളാകട്ടെ, ഇപ്പോഴുള്ളതാകട്ടെ, വരുമാനമുള്ളതാകട്ടെ, സകലതും അവൻ മുഖാന്തരം നിർമ്മിക്കപ്പെട്ടു എന്ന് കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിലും, രാജാക്കന്മാരെ ആക്കുകയും രാജാക്കന്മാരെ നീക്കുകയും ചെയ്ത് ഞങ്ങളുടെ ദൈവമാണെന്ന് ദാനിയേലും പറഞ്ഞിരിക്കേ, അവൻ ലഭിച്ചതൊക്കെ അവൻ്റെ സ്വന്തമാണെന്ന് കരുതി അഹങ്കരിച്ചതിൻ്റെ ഫലം അവൻ കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിന്മേൽ ഉലാവി ചക്രവാളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് എരിഞ്ഞടങ്ങുന്ന സൂര്യൻ്റെ സ്വർണ്ണ കിരണങ്ങൾ തലസ്ഥാന നഗരിയിൽ പതിച്ച് ആ പട്ടണവും ഉയർന്നും പൊങ്ങിയും ഇരിക്കുന്നവനാണെന്ന് ധരിച്ച ഇവൻ്റെ മുന്നിൽ സ്വർണ്ണ കൊട്ടാരമായി തീർന്നപ്പോൾ അവൻ പറഞ്ഞു, ഇതൊക്കെ എൻ്റെ മഹത്വത്തിനായി ഞാൻ പണിത മഹതിയാം ബാബിലോൺ അല്ലയോ എന്ന് പറഞ്ഞു തുടങ്ങിയതേ ഉള്ളൂ, തീർന്നില്ല കേട്ടോ. അവൻ്റെ മുഖഭാവം മാറി, അവൻ്റെ മനുഷ്യ സ്വഭാവം മാറി. മൃഗത്തിനു തുല്യമായി അവൻ സിംഹാസനത്തിൽ ഇരിക്കാതെ വർഷങ്ങൾ ഇരിക്കേണ്ടി വന്നു, 7 സംവത്സരങ്ങൾ. അഹങ്കരിച്ച ഫറവോൻ ഉപ്പുവെള്ളം കുടിച്ച് കടലിൽ കമന്നു കിടന്ന് ചത്തു. തിരമാലയടിച്ച് മരുഭൂമിയിൽ പോയി. അടക്കം കിട്ടിയില്ല, പിരമിഡിൽ അടക്കിയുമില്ല. അഹങ്കരിച്ച ഹെരോദാവ് 12 അധ്യായം അപ്പസ്തല പ്രവൃത്തി അടികൊണ്ട് പുഴു വന്ന് ചത്തു. ഇതൊക്കെ നമ്മുടെ മുൻപിൽ കാണുന്ന ഉദാഹരണങ്ങളാണ്. അഹങ്കരിക്കരുത്. തന്നെ താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും. നെബൂഖദ്നേസറിന്റെ അന്ത്യം അവ്യക്തമാണ്.
നെബൂസരദാൻ എന്ന സൈന്യ അധിപനോടുകൂടെ യെരുശലേമിനെ കുട്ടിച്ചോറാക്കി മതിലുകൾ ഇടിച്ച് ആലയത്തിലെ ഉപകരണങ്ങൾ അടിച്ചുടച്ച് കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് രഹസ്യ സ്ഥലത്ത് സൂക്ഷിച്ചവന്റെ അന്ത്യം എന്തായിരുന്നുവെന്ന് തിരുവചനത്തിലും ചരിത്രത്തിലും എഴുതിയിട്ടില്ല. ഇത് ഒരു ബുദ്ധിയുപദേശം. എന്നാൽ ഇവിടെ മാനസാന്തരവും മടങ്ങിവരവും ഉണ്ടായിരുന്നു എന്ന് മറന്നുപോകരുത്. നെബൂഖദ്നേസറിന് സ്വർഗത്തേക്ക് അവസാനം നോക്കി മനുഷ്യബുദ്ധി തിരികെ വന്നു, കൊട്ടാരത്തിൽ ചെന്നു. എന്നാൽ വീണുപോയ ലൂസിഫറിനും അവൻ്റെ കൂട്ടർക്കും ഇത് രണ്ടുമില്ല. മാനസാന്തരവുമില്ല, മടങ്ങിവരവും ഇല്ല. ഇവൻ്റെ ഭാവം, അതിൻ്റെ താരതമ്യം. യെഹെസ്കേൽ പ്രവചനം 28 1 മുതൽ 10 വരെ സോർ പ്രഭുവിൻ്റേത്. സോർ പ്രഭുവിൻ്റെ അകൃത്യം എന്താണ്? അവൻ്റെ ഹൃദയം നിഗളിച്ചു. 28 യെഹെസ്കേൽ പ്രവചനം 2 വാക്യം. ഇവൻ ദൈവഭാവം നടിച്ചു. 28 2 ജ്ഞാനം കൊണ്ടും വിവേകം കൊണ്ടും ധനം സമ്പാദിച്ചു. ഗേഹസിയും അങ്ങനെ തന്നെയല്ലേ ചെയ്തത്? ഗേഹസി ഇവന്റെ പിൻഗാമികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാം. വിവേകം കൊണ്ടല്ല, ദൈവകൃപ വിട്ട് ഓടിപ്പോയി ധനം സമ്പാദിച്ചു. രാജാക്കന്മാർ 2 പുസ്തകം 5 26 27. അവിടെ എലീശ അവനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഗേഹാസിയോട്. ദ്രവ്യം സമ്പാദിപ്പാനും ഒലിവുതോട്ടം, മുന്തിരിത്തോട്ടം, ആടുമാടുകൾ, ദാസീദാസന്മാരെ മേടിപ്പാനും ഇതാകുന്നുവോ സമയം? അതിനുവേണ്ടിയാകുന്നോ നീ സമയം ചെലവഴിക്കേണ്ടത്? ശിക്ഷ കേട്ടോണം. നയമാന്റെ കുഷ്ഠം നിനക്കും നിന്റെ സന്തതിക്കും എന്നേക്കും പിടിച്ചിരിക്കും. പറഞ്ഞു കഴിഞ്ഞ മാത്രയിൽ അവന്റെ ശരീരം ഹിമം പോലെ വെളുത്തു. കുഷ്ഠരോഗിയായി എലീശയെ വിട്ട് പുറപ്പെട്ടുപോയി. മുഖത്തുള്ള എല്ലാ വെളുപ്പും ദൈവതേജസ്സിന് ആത്മീയ ലക്ഷണമാകുന്നുവെന്ന് തെറ്റിദ്ധരിക്കരുത്. 34 സങ്കീർത്തനം 5 വാക്യവും പുറപ്പാട് പുസ്തകം 34 27 മുതൽ 30 വരെയുള്ള വാക്യങ്ങളും ഒക്കെ ദൈവകൃപ പ്രാപിച്ചവന്റെ മുഖം തേജസ്കരിക്കപ്പെടും. എന്നാൽ ഗേഹാസിയുടെ മുഖത്തെ ആ വെള്ള നിറം പാപത്തിന്റെ കുഷ്ഠത്തിന്റെ ഫലമായിരുന്നു എന്ന് മറക്കരുത്. ദൈവപുത്രനായ ക്രിസ്തുവിന്റെ രൂപം മുഴുവൻ മറുരൂപമലയിൽ മാറി. അത് ദൈവപുത്രൻ ആയിരുന്നതുകൊണ്ടും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന 2 വ്യക്തികളുമായി കൂട്ടായ്മ ആചരിച്ചതും കൊണ്ടാണ് ഇതൊക്കെ നമുക്ക് ബുദ്ധിയുപദേശം. ഇന്ന് പിശാച്, മൃഗം, കള്ളപ്രവാചകൻ എന്നീ പൈശാചിക തൃത്വങ്ങൾ ഭൂമിയിൽ ഊടാടിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ വശീകരണത്തിൽപ്പെട്ട് ധാരാളം വ്യക്തികൾ അതിൻ്റെ പുറകെ നടന്ന്, ശ്രദ്ധിച്ചു കേൾക്കണം, ദ്രവ്യം സമ്പാദിക്കുന്നു. ഒലിവുതോട്ടവും മുന്തിരിത്തോട്ടവും ആടുമാടുകളും ദാസീദാസന്മാരും. ഗേഹസി സമ്പാദിച്ചതുപോലെ റബ്ബർ തോട്ടങ്ങളും തേയിലത്തോട്ടങ്ങളും വയലുകളും പുഞ്ചകളും കരകളും ഒക്കെ മേടിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്ന ധാരാളം ഗേഹസിമാർ ഇന്നത്തെ ആത്മീയഗോളത്തിലുണ്ട്. അതും ബുദ്ധിയുപദേശം സൂക്ഷിക്കുക. പാപകുഷ്ഠം വെളിപ്പെട്ട് എന്നേക്കുമായി പ്രവാചകനാകുന്ന എലീശയിൽ നിന്നും വേർപെട്ടു പോയ അവസ്ഥ നിങ്ങൾക്കും ഉണ്ടാകാതിരിക്കട്ടെ. നാം രാജകീയ പുരോഹിതവർഗം. രാജാവാണ് നമ്മളെ ആക്കിയിരിക്കുന്നെങ്കിൽ പുരോഹിതന്മാരാകുന്ന നമ്മൾക്ക് ആവശ്യങ്ങൾ അറിഞ്ഞ് അന്നേക്കുള്ള ആഹാരം തരുന്ന ദൈവത്തിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുവാൻ ഒരിക്കൽ കൂടെ പ്രതിഷ്ഠിക്കാം. ദൈവമേ, നന്ദിയോടുകൂടെ ഈ സന്ദർഭത്തിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കേൾവിക്കാരായ ദൈവദാസന്മാരെ എല്ലാം അനുഗ്രഹിച്ച് ആശീർവദിക്കേണ്ടതിന് താഴ്മയായി ക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ.